നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ക്ലാസ്സുകളൊക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് മുടങ്ങിക്കിടക്കുമായിരുന്നു. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ എന്താണെന്നുള്ള ടെലഗ്രാം ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി വീണ്ടും നമ്മുടെ ക്ലാസ്സുകൾ റീസ്റ്റാർട്ട് ചെയ്യുവാണ്. ഇനി എന്തായാലും നിങ്ങൾക്ക് യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെ ഡെയിലി ക്ലാസ്സസ് ഞാൻ തരുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മൾ ഒരു 30ഓളം കറണ്ട് അഫയേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും തന്നെ മറന്നു പോയിട്ടുണ്ടാവാം, കാരണം നമുക്കത് ടച്ച് വിട്ടു പോയല്ലോ. അപ്പം ഈ പഠിപ്പിച്ച് ഞാൻ തന്നെ ഓർക്കുന്നില്ല ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത്. നമുക്ക് എന്തായാലും ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 31ാമത്തെ കറണ്ട് അഫെയർ ആണ് നമ്മുടെ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. നമ്മുടെ 31ാമത്തെ ചോദ്യമാണ്: വളർത്തുമൃഗങ്ങൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യ താൽക്കാലിക ദുരിതാശ്വാസ കേന്ദ്രം ആരംഭിക്കുന്നത്. ചോദ്യം എന്താണ്? വളർത്തുമൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിലെ, അണ്ടർലൈൻ ചെയ്തോ, ഇന്ത്യയിലെ ആദ്യ താൽക്കാലിക ദുരിതാശ്വാസ കേന്ദ്രം ആരംഭിക്കുന്നത് എവിടെയാണ്? നമ്മുടെ വയനാട് ജില്ലയിലാണ്. എവിടെയാണ്? വയനാട് ജില്ലയിലാണ് വളർത്തുമൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിലെ ആദ്യ താൽക്കാലിക ദുരിതാശ്വാസ കേന്ദ്രം ആരംഭിക്കുന്നത്. കറണ്ട് അഫെയർ മനസ്സിലായില്ലേ? നമുക്ക് അടുത്തത് നോക്കാം. കേരള സംസ്ഥാന റവന്യൂ സർവേ അവാർഡ് പ്രഖ്യാപനം പ്രകാരം മികച്ച ജില്ലാ കളക്ടറായി തിരഞ്ഞെടുത്തത്. എന്താണ്? കേരള സംസ്ഥാന റവന്യൂ സർവേ അവാർഡ് പ്രഖ്യാപന പ്രകാരം മികച്ച ജില്ലാ കളക്ടറായി തിരഞ്ഞെടുത്തത് ആരാണ്? മികച്ച ജില്ലാ കളക്ടറായി തിരഞ്ഞെടുത്തത് ആരെയാണ്? തൃശ്ശൂരിലെ കളക്ടറായിരുന്ന അർജുൻ പാണ്ഡ്യനെയാണ് മികച്ച ജില്ലാ കളക്ടറായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇനി മികച്ച കളക്ട്രേറ്റ് ആയത് ഏതാണ്? അത് തിരുവനന്തപുരം കളക്ട്രേറ്റിനെയാണ് മികച്ച കളക്ട്രേറ്റ് ആയിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ മികച്ച ജില്ലാ കളക്ടർ ആരാണ്? അർജുൻ പാണ്ഡ്യൻ. മികച്ച കളക്ട്രേറ്റ് ഏതാണ്? തിരുവനന്തപുരം കളക്ട്രേറ്റ് ആണ്. അപ്പോൾ 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് 3ാമത്തെ ചോദ്യം നോക്കാം. 3ാമത്തെ ചോദ്യം: സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വായനയ്ക്ക് ഗ്രേസ് മാർക്ക് ഏർപ്പെടുത്താൻ ഒരുങ്ങുന്ന സംസ്ഥാനം. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വായനയ്ക്ക് ഗ്രേസ് മാർക്ക് ഏർപ്പെടുത്താൻ ഒരുക്കുന്ന സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളത്തിലാണ് വായനയ്ക്ക് ഗ്രേസ് മാർക്ക് ഏർപ്പെടുത്താൻ ഒരുങ്ങുന്നത്. അടുത്തത് 34ാമത്തെ ചോദ്യമാണ്: SIR സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ്റെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള കേരളത്തിലെ ജില്ല. ചോദ്യം എന്താണ്? സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഉണ്ടല്ലോ, SIR. അപ്പോൾ അതിൻ്റെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള കേരളത്തിലെ ജില്ല ഏതെന്നാണ് വെച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? മലപ്പുറം ജില്ലയാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത്. അപ്പോൾ ഏറ്റവും കുറവുള്ളത് എവിടെയാണ്? അത് വയനാട് ജില്ലയാണ്. കൂടുതൽ എവിടെയാണ്? മലപ്പുറം. കുറവ് എവിടെയാണ്? വയനാട്. ഇനി വേറൊരു കാര്യം കൂടി നോക്കിക്കോ. പ്രവാസി വോട്ടർമാർ കൂടുതലുള്ള ജില്ല ഏതാണ്? അത് കാസർഗോഡാണ്. കുറവുള്ളത് എവിടെയാണ്? തിരുവനന്തപുരമാണ്. രണ്ടറ്റത്ത് കിടക്കുന്ന ജില്ലകളാണ്, ഒന്ന് കാസർഗോഡ്, ഒന്ന് തിരുവനന്തപുരം. പ്രവാസി വോട്ടർമാർ കൂടുതലുള്ളത് കാസർഗോഡും കുറവുള്ളത് എവിടെയാണ്? തിരുവനന്തപുരവുമാണെന്ന് ഓർക്കുക. പ്രവാസികളെന്ന് പറയുന്നത് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് നാട് വിട്ട് പുറത്ത് പോയി ജോലി ചെയ്യുന്നവരാണ്, അല്ലേ? രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി. അപ്പോൾ രണ്ടറ്റത്ത് കിടക്കുന്ന ജില്ലകൾ കൂടുതലുള്ളത് എവിടെയാണ്? കാസർഗോഡ്. കുറവുള്ളത് എവിടെയാണ്? തിരുവനന്തപുരം. കിട്ടിയില്ലേ? അപ്പോൾ നമ്മൾ 4 ജില്ലകളെ കുറിച്ച് പറഞ്ഞു: മലപ്പുറം, വയനാട്, കാസർഗോഡ്, തിരുവനന്തപുരം. എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അടുത്തത് നോക്കാം. അടുത്തത് 35ാമത്തെ ചോദ്യമാണ്. ചോദ്യം നോക്കിക്കോ. വിമാനയാത്രക്കാർക്ക് 10 രൂപയ്ക്ക് ചായയും 20 രൂപയ്ക്ക് സ്നാക്സും ലഭിക്കുന്ന ഉഡാൻ യാത്രി കഫേ ആരംഭിക്കുന്ന കേരളത്തിലെ ആദ്യ വിമാനത്താവളം. എന്താണ്? വിമാനയാത്രക്കാർക്ക് 10 രൂപയ്ക്ക് ചായയും 20 രൂപയ്ക്ക് സ്നാക്സും ലഭിക്കുന്ന ഉഡാൻ യാത്രി കഫേ. എന്താണ്? ഉഡാൻ യാത്രി കഫേ ആരംഭിക്കുന്ന കേരളത്തിലെ ആദ്യ വിമാനത്താവളം ഏതാണ്? തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് 10 രൂപയ്ക്ക് ചായയും 20 രൂപയ്ക്ക് സ്നാക്സും ലഭിക്കുന്ന ഉഡാൻ യാത്രി കഫേ എന്ന് പറയുന്ന പദ്ധതി ഒരു കഫേ ആരംഭിക്കുന്നത്. ഉഡാൻ യാത്രി കഫേ എന്താണ്? 10 രൂപയ്ക്ക് ചായയും 20 രൂപയ്ക്ക് സ്നാക്സും ലഭിക്കും. എവിടെ ചെന്നാൽ? തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ചെന്നാൽ ലഭിക്കും. അപ്പോൾ അത് മനസ്സിലായല്ലോ. അടുത്തത്: കുട്ടനാടൻ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിച്ച സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന അത്യാധുനിക ക്രൂയിസ് ബോട്ട്. കുട്ടനാട്ടിലെ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന അത്യാധുനിക ക്രൂയിസ് ബോട്ടിൻ്റെ പേരെന്താണ്?
ഇന്ദ്ര. എന്താണ് പേര്? ഇന്ദ്ര. കുട്ടനാടൻ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അത്യാധുനിക ക്രൂയിസ് ബോട്ടാണ് എന്ത്? ഇന്ദ്ര. കിട്ടിയില്ലേ? നമുക്ക് അടുത്തത് നോക്കാം. 37ാമത്തെ ചോദ്യമാണ്. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയിലേക്ക് നയിച്ച ഡിജി കേരളം പദ്ധതിയുടെ രണ്ടാം ഘട്ടമായ ഡിജി കേരളം 2.0യുടെ ഭാഗ്യചിഹ്നമായി അവതരിപ്പിച്ചത്. ചോദ്യം എന്താണ്? കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയിലേക്ക് നയിച്ച ഡിജി കേരളം പദ്ധതി ഉണ്ടല്ലോ, അതിൻ്റെ രണ്ടാം ഘട്ടമായ ഡിജി കേരളം 2.0യുടെ ഭാഗ്യചിഹ്നമായി അവതരിപ്പിച്ചത് എന്താണ്? ഗ്രേറ്റ് ഹോൺബില്ലാണ്. വേഴാമ്പലിനെയാണ് ഡിജി കേരളം 2.0യുടെ ഭാഗ്യചിഹ്നമായിട്ട്. അടുത്തത് 38ാമത്തെ ചോദ്യമാണ്. ഇന്ത്യയിൽ ആദ്യമായി നദിക്കടിയിലൂടെ നിർമ്മിക്കുന്ന ഇരട്ടക്കുഴൽ റെയിൽ റോഡ് തുരങ്കപാത ഏത് നദിയിലാണ് നിലവിൽ വരുന്നത്? അപ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് നദിയുടെ അടിയിലൂടെ നിർമ്മിക്കുന്ന ഇരട്ടക്കുഴൽ റെയിൽ റോഡ് തുരങ്കപാത എന്താണ്? ഇരട്ടക്കുഴൽ റെയിൽ റോഡ് തുരങ്കപാത ഏത് നദിയിലാണ് നിലവിൽ വരുന്നത്? ബ്രഹ്മപുത്ര നദിയിലാണ്. ബ്രഹ്മപുത്ര നദിയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നദിക്കടിയിലൂടെ നിർമ്മിക്കുന്ന ഇരട്ടക്കുഴൽ റെയിൽ റോഡ് തുരങ്കപാത. റെയിൽ റോഡ് തുരങ്കപാത ബ്രഹ്മപുത്ര നദിയിലാണ് നിലവിൽ വരുന്നത്. അടുത്തത് 39ാമത്തെ ചോദ്യമാണ്. വാട്സപ്പിന് പകരമായി ഉപയോഗിക്കാൻ റഷ്യൻ സർക്കാർ തദ്ദേശീയമായി നിർമ്മിച്ച ഒഫീഷ്യൽ മെസ്സഞ്ചർ ആപ്പ്. വാട്സപ്പിന് പകരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് റഷ്യൻ സർക്കാർ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ഒഫീഷ്യൽ മെസ്സഞ്ചർ ആപ്പിൻ്റെ പേരെന്താണ്? എന്താണ്? മാക്സ് മെസ്സഞ്ചർ. എന്താണ്? മാക്സ് എന്ന് പറയുന്ന മെസ്സഞ്ചർ ആപ്പാണ് വാട്സപ്പിന് പകരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് റഷ്യൻ സർക്കാർ തദ്ദേശീയമായിട്ട് നിയമിച്ച ഒഫീഷ്യൽ മെസ്സഞ്ചർ ആപ്പ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ചോദ്യം നോക്കാം. 40ാമത്തെ ചോദ്യമാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ 2025 റാങ്കിംഗ് പ്രകാരം കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുത്തത്. അപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ 2025 റാങ്കിംഗ് പ്രകാരം കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനായിട്ട് തിരഞ്ഞെടുത്തത് ഏതാണ്? അത് ഇരിട്ടി പോലീസ് സ്റ്റേഷൻ, കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി പോലീസ് സ്റ്റേഷനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ 2025 റാങ്കിംഗ് പ്രകാരം കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ നമ്മുടെ 10 ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ 10 ചോദ്യങ്ങൾ വേഗം നോക്കിയാലോ. ആദ്യത്തെ ചോദ്യം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ 2025 റാങ്കിംഗ് പ്രകാരം കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? ഉത്തരം ഞാൻ പറയട്ടെ. ഉത്തരം ഓപ്ഷൻ സി ആണ്. കണ്ണൂരാണ് കേട്ടോ. കണ്ണൂർ പോലീസ് സ്റ്റേഷനാണ്. കണ്ണൂരല്ല, ഇരിട്ടി പോലീസ് സ്റ്റേഷനാണ് കണ്ണൂർ ജില്ലയിലെ. കിട്ടിയില്ലേ? രണ്ടാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി നദിക്കടിയിലൂടെ നിർമ്മിക്കുന്ന ഇരട്ടക്കുഴൽ റെയിൽ റോഡ് തുരങ്കപാത ഏത് നദിയിലാണ് നിലവിൽ വരുന്നത്? ഏത് നദിയിലാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ബ്രഹ്മപുത്ര. അടുത്ത ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം. കുട്ടനാടൻ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പ് ആരംഭിച്ച സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അത്യാധുനിക ക്രൂയിസ് ബോട്ട് ഏതാണ്? ആ ബോട്ടിൻ്റെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇന്ദ്ര. എന്താണ്? ഇന്ദ്രയാണല്ലേ. അടുത്ത ചോദ്യം. വാട്സപ്പിന് പകരമായി ഉപയോഗിക്കാൻ റഷ്യൻ സർക്കാർ ഔദ്യോഗികമായി നിർദ്ദേശിച്ച മെസ്സഞ്ചർ ആപ്പ് ഏതാണ്? റഷ്യൻ സർക്കാർ ഔദ്യോഗികമായി നിർദ്ദേശിച്ച മെസ്സഞ്ചർ ആപ്പിൻ്റെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. മാക്സ് മെസ്സഞ്ചർ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കിക്കോ. ഇന്ത്യയിലെ ആദ്യത്തെ വളർത്തുമൃഗങ്ങൾക്കായുള്ള താൽക്കാലിക ആശ്വാസ കേന്ദ്രം എവിടെയാണ് ആരംഭിക്കുന്നത്? താൽക്കാലിക ആശ്വാസ കേന്ദ്രം ആരംഭിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ്. വയനാട്. അടുത്തത്. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല ഏതാണ്? ഓപ്ഷൻ ബി ആണ്. മലപ്പുറം. കുറവ് എവിടെയാണുള്ളത്? വയനാട്. പ്രവാസി വോട്ടർമാർ കൂടുതലുള്ളത് എവിടെയാണ്? കാസർഗോഡ്. കുറവുള്ളത് എവിടെയാണ്? തിരുവനന്തപുരം. ഓക്കെ അല്ലേ? നമുക്ക് അടുത്തത് നോക്കാം. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിന് 10 ഗ്രേസ് മാർക്ക് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? കിട്ടിയില്ലേ? ഉത്തരം ഓപ്ഷൻ ബി ആണ്. കേരളമാണ്. അടുത്ത ചോദ്യം. വിമാനയാത്രക്കായി 10 രൂപയ്ക്ക് ചായയും 20 രൂപയ്ക്ക് ലഘുഭക്ഷണവും ലഭ്യമാക്കുന്ന ഉഡാൻ യാത്രി കഫേ ആരംഭിച്ച കേരളത്തിലെ ആദ്യ വിമാനത്താവളം ഏതാണ്? വിമാനത്താവളം എവിടെയാണ് പോകേണ്ടത് നമ്മൾ? തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം അല്ലേ? തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഉഡാൻ യാത്രി കഫേ ആരംഭിച്ചത്.
അടുത്തത് കേരള സംസ്ഥാന റവന്യൂ സർവേ അവാർഡ് പ്രഖ്യാപന പ്രകാരം മികച്ച ജില്ലാ കളക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച ജില്ലാ കളക്ടർ ആരാണ്? തൃശ്ശൂർ ജില്ലാ കളക്ടറായ അർജുൻ പാണ്ഡ്യനാണ്. മികച്ച കളക്ടറേറ്റ് ഏതായിരുന്നു? തിരുവനന്തപുരമാണ് അല്ലേ. അടുത്തത് കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയിലേക്ക് നയിച്ച ഡിജി കേരളം പദ്ധതിയുടെ രണ്ടാം ഘട്ടമായ ഡിജി കേരളം 2.0യുടെ ഭാഗ്യചിഹ്നമായി അവതരിപ്പിച്ചത് ഏതിനെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, വേഴാമ്പൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ 10 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ബാക്കി 10 ചോദ്യങ്ങളായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം.